ഹായ് ഫ്രണ്ട്സ്, ഈ വീഡിയോയിൽ ഞാൻ പരിചയപ്പെടുത്തുന്നത് സോണിയുടെ STR-DH790 എന്ന മോഡലാണ്. ഇതതിൻ്റെ റിമോട്ട് സാധാരണ കണ്ടുവരുന്ന റിമോട്ട് പോലല്ലാത്ത ചെറുതും ആവശ്യമായ ബട്ടൺസ് എല്ലാമുള്ള റിമോട്ട്. ദെൻ യൂസർ മാനുവൽ. സാധാരണ AVRൻ്റെ സൈസിനേക്കാളും ചെറുതാണ് ഇതിൻ്റെ സൈസ്. ലിമിറ്റഡ് ഇൻപുട്ട് പോർട്ട് മാത്രമേ ഉള്ളൂ എങ്കിലും പെർഫോമൻസ് വൈസ് ഗുഡ് ആണ്. ഒരു ക്ലോസ് ലുക്ക് നോക്കാം. ഇനി AVRൻ്റെ ഫ്രണ്ട് പാനലിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ ഈ കാണുന്നത് പവർ ബട്ടൺ. ദെൻ ഇവിടെ ഈ കാണുന്നത് ഫങ്ഷൻ ബട്ടൺസ് ആണ്. ഇത് ഹെഡ്ഫോൺ ജാക്ക്, കാലിബ്രേഷൻ മൈക്ക് ഫിറ്റ് ചെയ്യാനുള്ള പോർട്ട്. ഇത് ഇൻപുട്ട് സെലക്ടർ. ദെൻ നെക്സ്റ്റ് ഈസ് വോളിയം നോബ്. സോണി ഹൈ റെസൊല്യൂഷൻ സപ്പോർട്ടഡ് ആണ്. ഇനി റിയർ സൈഡിലേക്ക് വന്നാൽ ദീസ് ആർ HDMI ഇൻപുട്ട്സ്. ഇത് HDMI ഔട്ട് വിത്ത് ARC ആൻഡ് EARC. USB പോർട്ട് അവൈലബിൾ ആണ്, പക്ഷേ പവറിന് വേണ്ടി മാത്രം. ദെൻ കൊയാക്സിയൽ പോർട്ട്, ദെൻ ഒപ്റ്റിക്കൽ, ദെൻ FM ആൻറ്റിന ഫിറ്റ് ചെയ്യാനായിട്ടുള്ള പോർട്ട്, ദെൻ സ്റ്റീരിയോ ഓഡിയോ കണക്ട് ചെയ്യാനുള്ള പോർട്ട്. ദെൻ ഇത് സബ് വൂഫർ 2 എണ്ണം. പിന്നെ ഈ കാണുന്നത് എല്ലാം സ്പീക്കർ ജാക്സ് ആണ്. ഈ AVR HDCP 2.2 സപ്പോർട്ടഡ് ആണ്. അതുപോലെ ഡോൾബി അറ്റ്മോസ് DTS-X ഓൾസോ സപ്പോർട്ടഡ്. ഇതെല്ലാമാണ് ഈ AVRൻ്റെ സവിശേഷത. സ്പീക്കേഴ്സ് ഇമ്പിഡൻസ് ഇവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. 6 to 16 ഓം ആണ് സ്പീക്കർ ഇമ്പിഡൻസ്. റിയർ സൈഡിൻ്റെ ഒരു ക്ലോസ് ലുക്ക് നോക്കാം. സോണിയുടെ AVRൽ ഞാൻ കണ്ടുവന്നിട്ടുള്ളത് GUI ഈസ് നോട്ട് ദാറ്റ് ഗുഡ്. ഈ AVRൽ മറ്റു മോഡൽസിനെ അപേക്ഷിച്ച് ബെറ്ററാണ്. പക്ഷേ മറ്റു കോമ്പറ്റീറ്റേഴ്സിൻ്റെ പ്രൊഡക്റ്റുമായി താരതമ്യം ചെയ്യുമ്പോൾ അത്ര മികച്ചതല്ല എന്നാണ് എൻ്റെ അഭിപ്രായം. ഇതിൻ്റെ GUI നിങ്ങൾക്കായി ജസ്റ്റ് കാണിക്കാം.
ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഗൈസ്.